ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളം വറ്റിക്കലാണ്. അപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ നമുക്കൊന്ന് പോയി കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. നിറച്ച് പായലുണ്ട്. ഈ പായലൊക്കെ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് പെറ്റ് വരിക്കുന്ന പായലാണ്. ഇതിപ്പോൾ നമ്മുടെ മീനുകളാണ്, ഒന്നിനും കാണത്തിലാണ്. നന്നായിട്ട് നല്ലതായിട്ട് ഡാർക്ക് ഗ്രീനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ വെച്ചിനകത്ത് നമ്മുടെ ഷാർക്കും ഗപ്പി എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിക്കണം. നിറച്ച് പായലുമാണ്, 2-3 പായലും ഇട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയായി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മീനുകളെല്ലാം ഒന്ന് വിളിച്ച് വരുത്തുകയാണ്. നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കണം. കാരണം വെള്ളം കലങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവർ തീറ്റ എടുക്കത്തില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് നമുക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്ത് ഇവന്മാരെ എല്ലാം ഒന്ന് സെറ്റാക്കണം. അപ്പോൾ കേസ് നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം നന്നായിട്ട് തന്നെ ഫീഡ് എടുക്കുന്നുണ്ട്. അവരുടെ സ്ട്രൈക്കിംഗ് എല്ലാം നമുക്ക് കാണാം. പച്ചയാണെങ്കിലും വെള്ളം നിറച്ച് പച്ചയാണെങ്കിലും നന്നായിട്ട് അവന്മാരുടെ തീറ്റ എടുപ്പ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ അപ്പോൾ നമ്മൾ കുളം വറ്റിക്കാൻ വേണ്ടി നമ്മൾ ഓസൊക്കെ എടുത്ത് ഞാൻ ബാഹുബലി സ്റ്റൈലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, ലൈക്ക് എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് ഓസ് കുത്താം. അപ്പോൾ അപ്പോൾ നമ്മൾ ഓസ് കുത്തിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ ഓസ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെള്ളം വരും. നമ്മൾ മറ്റേ സൈഡ് നമ്മൾ വലയിട്ട് അടച്ച് വെച്ചേക്കണം. കാരണം എങ്ങനെ മീൻ പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ വലയിട്ട് അടച്ച് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓസ് എടുത്തുകൊണ്ട് ഞാൻ അതായിട്ട് കേസ് പോകുന്നത് കണ്ടു. മറ്റേ പാമ്പിനെ പിടിക്കുന്ന പോലെയാണ് ഞാൻ പോകുന്നത്. ഓ മോനെ. എന്നിട്ട് ഞാനിപ്പോൾ നമ്മുടെ കുളത്തിനകത്തോട്ട് വെക്കുകയാണ്. കുളത്തിനകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ നമ്മുടെ എയർ സക്കായി പോവും. അപ്പോൾ എയർ സക്കായി പോകുമ്പോൾ വെള്ളവും കൂടെ പോകും. അപ്പോൾ നമ്മുടെ ഓസിനകത്തൂടെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ വെള്ളം ഓസിൽ കൂടെ തന്നെ വറ്റിക്കാൻ ശ്രമിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ വറ്റിക്കാൻ ശ്രമിക്കും. പക്ഷേ ബാക്കിയുള്ളത് നമ്മൾ ബക്കറ്റും കൊണ്ട് തന്നെ വറ്റിക്കും. കാരണം കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇത്രയും ഉണ്ട്. അപ്പോൾ മീനുകളെല്ലാം ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഓസിനകത്തൂടെ പോകില്ല. കാരണം നമ്മൾ ടൈറ്റായിട്ട് തന്നെ വല കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം നമ്മുടെ കുളത്തിലെ പകുതിയോളം വെള്ളം നമ്മൾ ഓസിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനിയും ഉണ്ട്, നമ്മൾക്കിനി ബക്കറ്റ് ഇട്ട് കളയണം. അതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ കാണുന്ന പായലുകൾ നമ്മളെല്ലാം കോരിക്കളയണം. അപ്പോൾ അത് കോരിക്കളയാം. അപ്പോൾ നമ്മൾ കരയിൽ നിന്ന് കോരാൻ നമ്മൾ നേരെ കുളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ പായലെല്ലാം നമ്മൾ കോരിക്കളയുന്നത്. നന്നായിട്ട് പച്ച പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കോരാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് തന്നെയാണ് കോരുന്നത്. അപ്പോൾ നമ്മൾ പായെല്ലാം കോരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗപ്പിയൊക്കെ നമ്മുടെ കൈ വന്ന് കയറുന്നതാണ്. നമ്മൾ നേരെ കുളത്തിനകത്ത് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ വന്ന് നമ്മുടെ കാലിലൊക്കെ വന്ന് വിടുന്നുണ്ട്. ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാർക്കാണ്. ഷാർക്ക് നന്നായിട്ട് വന്ന് കുത്തുന്നുണ്ട്. എനിക്ക് നല്ല വേദന എടുക്കുന്നത്. നമ്മൾ നേരെ കുളത്തിലെ പായെല്ലാം കോരിക്കളയും. അപ്പോൾ നമ്മൾ പായെല്ലാം അത്യാവശ്യം കോരി കളഞ്ഞിട്ടുണ്ട്. ഇനിയും കോരാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഗോൾഡ് ഫിഷിനെ പിടിച്ചേക്കുവാണ്. നമ്മൾ ഗോൾഡ് ഫിഷിനെ പിടിച്ച് നമ്മൾ നേരെ നമ്മുടെ ബക്കറ്റിനകത്തോട്ട് ഇടണം. നമ്മുടെ ഗോൾഡ് ഫിഷ് ബ്രീഡിങ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൽ വേണം. മെയിലാണെന്നല്ലോ നമ്മുടെ എഗ്ഗെല്ലാം ക്യാരി ചെയ്തിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൽ വേണം. അപ്പോൾ മെയിലിനെ മേടിക്കണമെന്നെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു മെയിലിനെ മേടിക്കുന്നതായിരിക്കും. അപ്പം നമ്മളൊരു കൊട്ട എടുത്തിട്ട് നമ്മുടെ മീനുകളെല്ലാം പിടിക്കണം. ഇതിനകത്ത് നമ്മുടെ കുറച്ച് ഗപ്പീനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് മോളിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് മോളിയൊക്കെ കാണാൻ പറ്റും. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് മോളിനെയൊക്കെ പിടിക്കുന്നത്. പിന്നെ നമ്മുടെ പാണ്ടാമോളിയുണ്ട്, പിന്നെ ഗപ്പി നമുക്കറിയാലോ, ഈ ഗപ്പി മിക്സഡ് ഗപ്പീസാണ്. പാണ്ടാമോളിയൊക്കെ ഉണ്ട്. ചിലതിനൊന്നും കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സാരമില്ല. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചിലതിൻ്റെയൊക്കെ ടെയിലൊക്കെ കട്ടായിട്ടുണ്ട്, ഡോർസിലൊക്കെ കട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും സാരമില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ട വെച്ചിട്ട് പിടിച്ച മീനുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവന്മാരെല്ലാം ബേസിനകത്തോട്ട് മാറ്റുകയാണ്. അപ്പോൾ ബേസിൻ നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനുകളെല്ലാം പെട്ടെന്ന് മാറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് ഷാർക്കിനെ പിടിക്കാം. അപ്പോൾ നമ്മൾ കുറേ പാട് വിട്ടിട്ട് നമ്മൾ ഷാർക്കിനെ പിടിച്ചിരിക്കുകയാണ്. ഇതൊരു ബ്ലാക്ക് ഷാർക്കാണ്. നമ്മളതിൻ്റെ സൈഡിലത്തെ കൊമ്പ് കാണാൻ പറ്റുമോ ഗൈസ്? അത് നല്ല മൂർച്ചയാണ്. ജസ്റ്റ് നമ്മളൊന്ന് തൊട്ടാൽ മതി, നന്നായിട്ട് മുറിയും. അതുപോലെ തന്നെ നമ്മളിത് കുഞ്ഞ് സൈസായപ്പോൾ മേടിച്ചോണം. ഇപ്പോൾ നല്ല വമ്പൻ സൈസായിട്ടുണ്ട്. ഇതിക്കും വലുതാവും. നമ്മൾ ഒരു പേരിനെ അതിന് മേടിച്ചു വേണം. അത് കൊക്ക് കൊണ്ടുപോയി, അത് നമ്മൾ തുറന്ന് വെച്ചപ്പോൾ കൊക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ ബേസിനകത്തോട്ട് മാറ്റാം. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഷാർക്കിനെ ബേസിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുളത്തിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ്. നമ്മുടെ ടാങ്കിനകത്ത് പകുതിയോളം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം നമ്മൾ ജസ്റ്റ് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇറക്കിയിടാണ്. ഏകദേശം നമ്മുടെ കയ്യിൽ 300-നടുത്ത മീനുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗപ്പി കിടപ്പുണ്ട്, മൂളി കിടപ്പുണ്ട്, പ്ലാറ്റി കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അത് കാണാം. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷസിനെ എല്ലാം നമ്മൾ ഇറക്കിയിടുകയാണ്. കുറച്ചൊക്കെ ഇറങ്ങിപ്പോയ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ നമ്മുടെ ബേസിൻ്റെ അകത്ത് ഇങ്ങനെ ഒറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ ടാങ്കിനകത്തോട്ട് കിടക്കുന്ന നമുക്ക് കാണാം.
അപ്പോൾ നമ്മുടെ മീനിൻ്റെ എല്ലാം നമ്മൾ ഇറക്കി ഇട്ടിട്ടുണ്ട്. എല്ലാം അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് എല്ലാം നിൽപ്പുണ്ട്. നമ്മുടെ മോളിയൊക്കെ ആണ്ട് നേരെ പാല് നോക്കുന്നുണ്ട്. അത് നമ്മൾ പുതിയ വെള്ളം ആയതുകൊണ്ട് എല്ലാ സൈഡും പറ്റുന്ന സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റിയൊക്കെ ഓടുന്ന കാണാൻ പറ്റിയ സൈഡിൽ കൂടെ ഒക്കെ. അപ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ചെറിയതായിട്ട് എടുത്തൊരു ക്ലിപ്പാണ്. അതിനകത്ത് നമ്മൾ കാണാൻ പറ്റും നമ്മുടെ ഷാർക്ക് ഫസ്റ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഗോൾഡ് ഫിഷ് ഷാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവർ നന്നിട്ട് ഇണങ്ങിയ മീനാണ്. അപ്പം നമ്മുടെ ഫിഷസിനെ എല്ലാം നമ്മൾ കുളത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും പാണ്ടാമോളിയുണ്ട്, ബ്ലാക്ക് മോളിയുണ്ട്, മിക്കി മൗസ് പ്ലാറ്റിയും ഉണ്ട്, നമ്മുടെ നോർമൽ പ്ലാറ്റിയും ഉണ്ട്. ഗപ്പികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ തേരപ്പാര അങ്ങോട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കൈയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീറ്റയും കൊടുത്തു. അപ്പോൾ എല്ലാം ഹാപ്പിയാണ്. നമ്മൾ സേഫായിട്ട് തന്നെ ഇതിനെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് മിക്സ്ഡ് ഗപ്പീസാണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണെല്ലാം ഓൺ ചെയ്യുക. അതുപോലെ തന്നെ എന്നാലേ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID King of Pets 11 ആണ്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.